പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്ന ജ്യോതിഷ പദ്ധതി നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെ സെപ്റ്റംബർ 9-ാം തീയതി, അതായത് 1200 ചിങ്ങമാസം 24-ാം തീയതി സോമവാരം തിങ്കളാഴ്ചയാകുന്നു. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:18-നും അസ്തമയം വൈകിട്ട് 6:25-നുമാകുന്നു. നാളത്തെ രാഹുകാലം തിങ്കളാഴ്ച കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയമാകുന്നു. അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം 7:48 മുതൽ 9:18 വരെയുള്ള സമയം രാഹുകാലമായി നാം കണക്കാക്കേണ്ടതാണ്. നാളത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു. നാളെ വിശാഖം തുലാം രാശിയാകുന്നു. കാലത്ത് വിശാഖം പ്രായണ ശുഭകാര്യങ്ങൾക്ക് വളരെയധികം ഉപദേശിക്കപ്പെട്ട ഒരു നക്ഷത്രമല്ല. എങ്കിലും നാം ശുഭകാര്യത്തിന് വിശാഖം നക്ഷത്രം ഉപയോഗിക്കാറുണ്ട്. നാളത്തെ തിഥിയും പ്രായണ ഏറ്റവും അനുകൂലമായ തിഥിയാകുന്നു. നാളെ വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാകുന്നു. സുബ്രഹ്മണ്യന് ഏറ്റവും അധികം പ്രീതികരങ്ങളായ പ്രാർത്ഥനകളും അർച്ചനകളും ചെയ്യേണ്ടുന്ന ദിനമാകുന്നു വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി. ഒരു മാസത്തിൽ 2 ഷഷ്ഠിയാണ് ഉണ്ടാവുക. ഒന്ന് കറുത്തപക്ഷത്തിലെ ഷഷ്ഠി, മറ്റൊന്ന് വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി. ഷഷ്ഠി വ്രതമായി നാം ആചരിക്കുന്നത് വെളുത്തപക്ഷത്തിലെ ഷഷ്ഠിയാകുന്നു. ശ്രീ പാർവതി ദേവി തൻ്റെ പുത്രനായ സുബ്രഹ്മണ്യനെ പ്രത്യക്ഷീകരിക്കാൻ വേണ്ടി 108 ശുക്ലപക്ഷ ഷഷ്ഠിവ്രതം അനുഷ്ഠിച്ചു. ആ ബലത്തിലാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് താരകാസുരനെ വധിക്കാൻ കഴിഞ്ഞത്. അതിനാൽ മക്കളുടെ പ്രോസ്പിരിറ്റി, അവരുടെ വിദ്യാഭ്യാസം, പഠനം, യാത്ര, വിവാഹ വിഷയം, ഭാവിയിൽ അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകേണ്ടുന്ന വിഷയങ്ങൾക്കൊക്കെ ഷഷ്ഠിവ്രതം വളരെയധികം ഉപകാരപ്പെടും. ഓം വജദ്ഭുവേ നമഃ എന്ന പ്രാർത്ഥനയാകുന്നു സുബ്രഹ്മണ്യ പ്രീതികരമായ ഏറ്റവും നല്ല പ്രാർത്ഥന. വജദ്ഭു സുബ്രഹ്മണ്യൻ്റെ പര്യായമാകുന്നു. സ്കന്ദൻ, ഷൺമുഖൻ, വേലായുധൻ, അറുമുഖൻ, ആ രീതിയിൽ തന്നെ വജദ്ഭു എന്നത് സുബ്രഹ്മണ്യൻ്റെ പര്യായമാകുന്നു. നാം ജപിക്കുമ്പോൾ ചതുർത്ഥി വിഭക്തിയിലാണ് ജപിക്കുക. നാം ഗുരുവിനെ കാണുമ്പോൾ ഓം ഗുരവേ നമഃ എന്ന് ജപിക്കുന്നത് പോലെ വജദ്ഭു എന്ന വാക്ക് ചതുർത്ഥി വരുമ്പോൾ ഓം വജദ്ഭുവേ നമഃ എന്ന പ്രാർത്ഥന ഭക്തർക്ക് സുബ്രഹ്മണ്യ പ്രീതികരമായ ഏറ്റവും നല്ല മൂലമന്ത്രമാകുന്നു. നിങ്ങൾക്ക് സുബ്രഹ്മണ്യ സ്വാമിക്ക് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സുബ്രഹ്മണ്യ പൂജ, അതേ രീതിയിൽ സുബ്രഹ്മണ്യന് പ്രിയപ്പെട്ട പഞ്ചാമൃതം, ത്രിമധുരം, കടും പായസമൊക്കെ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. നാളത്തെ മുഹൂർത്തം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നാളെ 11:20 മുതൽ 1 മണി വരെയുള്ള സമയം വൃശ്ചികം രാശി, പ്രത്യേകിച്ച് ശുക്രൻ്റെയും ബുധൻ്റെയും കാലഹോരകൾ വളരെ ഗുണകരമാകുന്നു. ശുഭകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കെല്ലാം തന്നെ വളരെ അനുകൂലമായ ഒരു സമയമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ നൽകിയത്. ഈ ശുഭസമയത്ത് 11:20 മുതൽ 1 മണി വരെയുള്ള സമയത്തിനിടയിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മംഗളകരമായി പര്യവസാനിക്കട്ടെ.